Good morning all. Today we will discuss the topic phases of software development. ഈ ഒരു ടോപ്പിക് പറയുന്നതിന് മുന്നേ എന്താണ് സോഫ്റ്റ്വെയർ എന്നുള്ളത് അറിഞ്ഞിരിക്കണം. എല്ലാവർക്കും അറിയാം സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, സെറ്റ് ഓഫ് പ്രോഗ്രാംസ് ആണ് അല്ലേ. പക്ഷേ ഒരു സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് പ്രോഗ്രാംസ് മാത്രമാണോ? അല്ല, അതിലെന്തുണ്ടാവും, സെറ്റ് ഓഫ് ഫയൽസ് ഉണ്ടാവും, അതേപോലെ തന്നെ അസോസിയേറ്റഡ് ഡോക്യുമെൻറ്റ്സും ഉണ്ടാവും. അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു ആൻറ്റിവൈറസിൻ്റെ സോഫ്റ്റ്വെയർ ബൈ ചെയ്യുക വിചാരിക്കും. ആ ഒരു സി ഡീൻ്റെ കൂടെ എന്തൊക്കെ ഉണ്ടാവും, അതിൻ്റെ സെറ്റ് ഓഫ് ഫയൽസ് ഉണ്ടാവും, ദെൻ അതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നതിനുള്ള ഫയൽസ് ഉണ്ടാവും, ദെൻ അതേപോലെ തന്നെ അതിൻ്റെ എഗ്രിമെൻറ്റ് കാര്യങ്ങൾ, ലൈസൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ. അപ്പോൾ ഒരു സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലെന്താണ്, സെറ്റ് ഓഫ് പ്രോഗ്രാംസ് മാത്രമല്ല ഫയൽസും അസോസിയേറ്റഡ് ഡോക്യുമെൻറ്റ്സും കൂടെ വരുന്നതാണ്. അപ്പോൾ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് ആ സോഫ്റ്റ്വെയർ ഹൈ ക്വാളിറ്റി സോഫ്റ്റ്വെയർ ആയിട്ട് നമുക്ക് ഡെലിവർ ചെയ്യണമെങ്കിൽ അതൊരു സിസ്റ്റമാറ്റിക് വേയിൽ ഡെവലപ്പ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്തുള്ളൂ, അതൊരു ഹൈ ക്വാളിറ്റി സോഫ്റ്റ്വെയർ ആയിട്ട് നമുക്ക് ലഭിക്കുകയുള്ളൂ. അങ്ങനെ ഹൈ ക്വാളിറ്റി സോഫ്റ്റ്വെയർ ഡെലിവർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് സ്റ്റെപ്സ് ഫോളോ ചെയ്താൽ മാത്രമേ അങ്ങനെ ഒരു ഹൈ ക്വാളിറ്റി സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് ഫേസസ് ഓഫ് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ ഇതിൽ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ലൈഫ് സൈക്കിൾ എന്താണെന്ന് പറയും. ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ലൈഫ് സൈക്കിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഫ്രെയിം വർക്കാണ്. അതായത് ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് ഓരോ സ്റ്റെപ്പിലും എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നതെന്ന് ഡിഫൈൻ ചെയ്യുന്ന ഒരു ഫ്രെയിം വർക്കിനെയാണ് എന്ത് പറയുന്നത്, ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ലൈഫ് സൈക്കിൾ. It covers the detailed plan for building, deploying, maintaining the software. അതായത് ഒരു സോഫ്റ്റ്വെയർ ബിൽഡ് ചെയ്യുക, അതേപോലെ തന്നെ അത് ഡിപ്ലോയ് ചെയ്യുക, അത് മെയിൻറ്റെയിൻ ചെയ്യുക, ഇതിലേക്കുള്ള ഒരു ഡീറ്റെയിൽഡ് പ്ലാനാണ് ഇത് ഈ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ലൈഫ് സൈക്കിൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. SDLC defines the complete cycle of development. That is all the tasks involving planning, creating, testing, ഡിപ്ലോയിങ് എ സോഫ്റ്റ്വെയർ പ്രോഡക്റ്റ്. ഒരു സോഫ്റ്റ്വെയർ പ്രോഡക്റ്റ് പ്ലാൻ ചെയ്യണത് പോലെ പ്ലാൻ ചെയ്തു, അത് ക്രിയേറ്റ് ചെയ്തു, അത് ടെസ്റ്റ് ചെയ്തു, അതേപോലെ തന്നെ അത് ഡിപ്ലോയ് ചെയ്തു. ഇതുവരെയുള്ള എല്ലാ സ്റ്റെപ്പും ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു ഫേസസ് ആണ്, അല്ലെങ്കിൽ ഒരു ടാസ്ക് ആണ് എന്ത്, സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത്. The purpose of SDLC is to deliver a high quality product which is as per customer requirement. കസ്റ്റമർ റിക്വയർമെൻറ്റിനനുസരിച്ചിട്ട് ഒരു ഹൈ ക്വാളിറ്റി പ്രോഡക്റ്റ് ഡെലിവർ ചെയ്യുക എന്നുള്ളതാണ് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ലൈഫ് സൈക്കിളിൻ്റെ മെയിൻ പേർപ്പസ് എന്ന് പറയുന്നത്. ദ SDLC പ്രോസസ് ലീഡ്സ് ടു ദ ഡെവലപ്മെൻറ്റ് ഓഫ് ദ സോഫ്റ്റ്വെയർ ഇൻ എ സിസ്റ്റമാറ്റിക് ആൻഡ് ഡിസിപ്ലിൻ മാനർ. ഇങ്ങനെ ഡിഫറെൻറ്റ് ഫേസസ് വരുന്നതുകൊണ്ട് തന്നെ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ലൈഫ് സൈക്കിൾ വെച്ചിട്ട് പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്യുമ്പോൾ എന്താണ്, ഒരു സിസ്റ്റമാറ്റിക് ആൻഡ് ഡിസിപ്ലിൻ മാനറിൽ പ്രൊഡക്റ്റ് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. There are 6 phases of software development. സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റിൽ 6 phases ആണുള്ളത്. ഫസ്റ്റ് വൺ റിക്വയർമെൻറ്റ് ഗ്യാതറിങ് ആൻഡ് അനാലിസിസ്, സെക്കൻഡ് വൺ ഡിസൈൻ, തേർഡ് വൺ കോഡിംഗ്, ഫോർത്ത് വൺ ടെസ്റ്റിംഗ്, ഫിഫ്ത്ത് വൺ ഡിപ്ലോയ്മെൻറ്റ് ഓർ ഇംപ്ലിമെൻറ്റേഷൻ, സിക്സ്ത് വൺ മെയിൻ്റനൻസ്. ഇതാണ് ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ലൈഫ് സൈക്കിളിൻ്റെ ഡയഗ്രാം. അതായത് ഈ 6 സ്റ്റെപ്പ് റിപ്പീറ്റഡ്ലി വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കും. ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പാണ് റിക്വയർമെൻറ്റ് ഗ്യാതറിങ് ആൻഡ് അനാലിസിസ്. എന്താണ് ഒരു റിക്വയർമെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മളൊരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ ആർക്കാണോ ഡെവലപ്പ് ചെയ്യേണ്ടത് അവർക്ക് എങ്ങനെയുള്ള സോഫ്റ്റ്വെയർ ആണോ വേണ്ടത് അതിലേക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റിക്വയർമെൻറ്റ് എന്ന് പറയാം. നോക്കൂ, ഡ്യൂറിങ് ദിസ് ഫേസ് ഓൾ ദ റിലവൻറ്റ് ഇൻഫർമേഷൻ ഈസ് കളക്റ്റഡ് ഫ്രം ദ കസ്റ്റമർ ടു ഡെവലപ്പ് എ പ്രോഡക്റ്റ് ആസ് പെർ ദ എക്സ്പെക്റ്റേഷൻ. എന്താണോ കസ്റ്റമറിൻ്റെ എക്സ്പെക്റ്റേഷൻ അതിനനുസരിച്ചുള്ള ഒരു പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റിലവൻറ്റ് ഇൻഫർമേഷനെയാണ് ഇതിൽ പറയുന്നത്, റിക്വയർമെൻറ്റ് ഗ്യാതറിങ്ങിൽ പറയാം. റിക്വയർമെൻറ്റ് ഗ്യാതറിംഗ് എന്ന് പറഞ്ഞാൽ റിക്വയർമെൻറ്റ് കളക്ട് ചെയ്യുന്നതിനാണ് പറയുന്നത്. എനി ആംബിഗ്വിറ്റീസ് മസ്റ്റ് ബി റിസോൾവ്ഡ് ഇൻ ദിസ് ഫേസ് ഓൺലി. എന്തെങ്കിലും നമുക്ക് അറിയാത്തതോ അല്ലെങ്കിൽ കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഈ ഫേസിൽ സോൾവ് ചെയ്യും. Business analyst and the project manager set up a meeting with the customer to gather all the information
like what the customer wants to build, who will be the end user, what is the purpose of the product. അതായത് ബിസിനസ് അനലിസ്റ്റും പ്രൊജക്റ്റ് മാനേജേഴ്സും ഒക്കെ എന്ത് ചെയ്യുന്നു, ഒരു മീറ്റിംഗ് സെറ്റപ്പ് ചെയ്യുന്നു. മീറ്റിംഗ് ആരുമായിട്ടാണ് സെറ്റപ്പ് ചെയ്യുന്നത്? കസ്റ്റമറും, അതായത് സ്റ്റേക്ക് ഹോൾഡേഴ്സായിട്ട് മീറ്റിംഗ് സെറ്റപ്പ് ചെയ്യും. സ്റ്റേക്ക് ഹോൾഡേഴ്സായിട്ട് മീറ്റിംഗ് സെറ്റപ്പ് ചെയ്യുന്ന പറഞ്ഞാൽ ആരാ ഈ സ്റ്റേക്ക് ഹോൾഡർ? സ്റ്റേക്ക് ഹോൾഡർ എന്ന് പറഞ്ഞാൽ ഒരു പ്രൊജക്റ്റുമായിട്ട് നേരിട്ടോ അല്ലാതെയോ ബന്ധമുള്ള ആൾക്കാരെ എന്ന് പറയുന്നത് സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ അത് കസ്റ്റമർ ആവാം, ഡെവലപ്പർ ആവാം, ബിസിനസ് അനലിസ്റ്റ് ആവാം, പ്രൊജക്റ്റ് മാനേജർ ആവാം, ടെസ്റ്റർ ആവാം, ഒക്കെ ആവാം. ഓക്കെ, അപ്പോൾ ഒരു മീറ്റിംഗ് കണ്ടക്ട് ചെയ്തിട്ട് കസ്റ്റമറിൻ്റെ അടുത്ത് നിന്ന് എന്തൊക്കെയാണോ ഇൻഫർമേഷൻ വേണ്ടത് അതൊക്കെ കളക്ട് ചെയ്യും. അതായത് വാട്ട് ദ കസ്റ്റമർ വാണ്ട് ടു ബിൽഡ്, എന്താണ് കസ്റ്റമർ ബിൽഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ആരാണ് ഇതിൻ്റെ എൻഡ് യൂസേഴ്സ്, എന്താണ് ഈ പ്രൊഡക്റ്റിൻ്റെ പേർപ്പസ്, ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു, ഈ മീറ്റിങ്ങിൽ കസ്റ്റമറിൻ്റെ അടുത്ത് നിന്ന് മനസ്സിലാക്കുന്നു. ബിഫോർ ബിൽഡിംഗ് എ പ്രോഡക്റ്റ്, എ കോർ അണ്ടർസ്റ്റാൻഡിങ് ഓർ ദ നോളേജ് ഓഫ് ദ പ്രോഡക്റ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതായത് ഒരു പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്യുന്നതിന് മുന്നേ തന്നെ എന്താ, ആ പ്രോഡക്റ്റ് എന്താണെന്നുള്ളത് കറക്റ്റായിട്ട് ഡെവലപ്പേഴ്സിന് മനസ്സിലായിരിക്കണം. ഫോർ എക്സാമ്പിൾ, എ കസ്റ്റമർ വാണ്ട് ടു ഹാവ് ദ ആപ്ലിക്കേഷൻ വിച്ച് ഇൻവോൾവ്സ് മണി ട്രാൻസാക്ഷൻ. അതായത് ഒരു കസ്റ്റമറിന് ഒരു മണി ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യണം. അങ്ങനെയുള്ള സമയത്ത് എന്താണ് അവിടുത്തെ റിക്വയർമെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് നമുക്ക് മനസ്സിലാക്കണ്ടേ, വാട്ട് കൈൻഡ് ഓഫ് ട്രാൻസാക്ഷൻ വിൽ ബി ഡൺ, എങ്ങനെയുള്ള ട്രാൻസാക്ഷനാണ് അവിടെ നടത്തുന്നത്, ഹൗ ഇറ്റ് വിൽ ബി ഡൺ, എങ്ങനെ അത് നടത്തുന്നു, ഇൻ വിച്ച് കറൻസി ഇറ്റ് വിൽ ബി ഡൺ, ഏത് കറൻസിയാണ് അവിടെ യൂസ് ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് കറക്റ്റായിട്ട് അറിഞ്ഞിരിക്കണം. വൺസ് ദ റിക്വയർമെൻറ്റ് ഗ്യാതറിങ് ഈസ് ഡൺ, റിക്വയർമെൻറ്റ് കളക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. റിക്വയർമെൻറ്റ് കളക്ട് ചെയ്യുന്നത് എന്തൊക്കെ മെത്തേഡ്സിലാണ്? അതായത് നമുക്ക് ഒരാളുടെ അടുത്ത് പോയിട്ട്, അതായത് ഇപ്പോൾ ഒരു കസ്റ്റമർ ആണെങ്കിൽ ആ കസ്റ്റമർക്ക് ഒരു പ്രൊഡക്റ്റ് നമ്മൾ ഡെവലപ്പ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ആകുമ്പോൾ അവരുടെ അടുത്ത് മീറ്റിംഗ് കണ്ടക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, നമ്മൾ എന്ത് ചെയ്യുന്നു, അവരുടെ ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്നു. അപ്പോൾ എന്താണ്, ഇൻ്റർവ്യൂസ് നടത്തും. അതേപോലെ തന്നെ ഓൺ സൈറ്റ് ഒബ്സർവേഷൻ. നമുക്ക് ആ ഒരു കോളേജ് മാനേജ്മെൻറ്റ് സോഫ്റ്റ്വെയർ ആണ് വിചാരിക്കും. നമുക്ക് ആ കോളേജിൽ പോയിട്ട് അവിടുത്തെ വർക്കിംഗ് കണ്ടീഷൻ മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യുന്നു, റിക്വയർമെൻറ്റ്സ് കളക്ട് ചെയ്യാം. ദെൻ അതേപോലെ തന്നെ ക്വസ്റ്റ്യനെയർ കൊടുക്കുക, ക്വസ്റ്റ്യൻസ് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആൻസേഴ്സും കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്തു, അത് ആൻസർ ടിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറയും. അങ്ങനെ അതേപോലെ തന്നെ പ്രോട്ടോടൈപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, ഒരു വർക്കിംഗ് മോഡൽ കാണിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതുപോലെയാണോ നിങ്ങൾ ഉദ്ദേശിച്ചെന്നുള്ളത് ചോദിച്ചു നോക്കുക. അങ്ങനെ പല മെത്തേഡ്സിലും എന്താണ് റിക്വയർമെൻറ്റ്സ് കളക്ട് ചെയ്യാം. ഇങ്ങനെ റിക്വയർമെൻറ്റ്സ് കളക്ട് ചെയ്യുന്ന ആ ഒരു ഇതിനെയാണ് എന്ത് പറയുന്നത്, എലിസിറ്റേഷൻ എന്ന് പറയും. ഓക്കെ, റിക്വയർമെൻറ്റ്സ് ഗ്യാതറിങ് കഴിഞ്ഞ ശേഷം അവിടെ എന്താണ് ഒരു അനാലിസിസ് നടത്തുന്നത്. എന്ത് അനാലിസിസാണ് അവിടെ നടത്തുന്നത്? ഫീസിബിലിറ്റി സ്റ്റഡി അനാലിസ് ചെയ്യുന്നു. അതായത് ഫീസിബിലിറ്റി സ്റ്റഡി എന്ന് പറഞ്ഞാൽ എന്താ, പ്രാക്ടിക്കലായിട്ട് ഈ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യുന്നതാണ് എന്ത് പറയുന്നത്, ഫീസിബിലിറ്റി സ്റ്റഡി എന്ന് പറയുന്നത്. ആ ഫീസിബിലിറ്റി തന്നെ പല ടൈപ്പ് ഉണ്ട്. ഓപ്പറേഷണൽ ഫീസിബിലിറ്റി ഉണ്ട്, അതേപോലെ തന്നെ ടെക്നിക്കൽ ഫീസിബിലിറ്റി ഉണ്ട്, അതേപോലെ തന്നെ എക്കണോമിക്കൽ ഫീസിബിലിറ്റി. ഓപ്പറേഷണൽ ഫീസിബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, നമ്മളൊരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുന്നു. ആ സോഫ്റ്റ്വെയർ കസ്റ്റമറിൻ്റെ എൻവിറോൺമെൻറ്റിൽ അത് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നതാണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, ദെൻ ടെക്നോളജി ഫീസിബിൾ. ഇത് ഡെവലപ്പ് ചെയ്യുന്ന ടെക്നോളജി തൊട്ടടുത്തുള്ള കമ്പനീസിലൊക്കെ ഉപയോഗിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ നമുക്കൊരു ഡൗട്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഡിസ്കഷൻ ഫോറം അതേപോലെ തന്നെ ബ്ലോഗ്സ് ഒക്കെ ഉണ്ടോ എന്നുള്ള ചെക്ക് ചെയ്യാം. ഓക്കെ, പിന്നെ എക്കണോമിക്കൽ ഫീസിബിലിറ്റി. എക്കണോമിക്കലി അതെന്താണ്, നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി കോസ്റ്റ് എഫക്റ്റീവായിട്ട് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി പറ്റുമോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ അങ്ങനെ ഫീസിബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യുക. അവിടെ എന്തെങ്കിലും അബിഗിറ്റീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യുന്നു, അവിടെ തന്നെ ഒരു ഡിസ്കഷൻ വെച്ചിട്ട് അത് ക്ലിയർ ചെയ്തു. എല്ലാ റിക്വയർമെൻറ്റ്സും ക്ലിയർലി അണ്ടർസ്റ്റാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളതൊരു ഡോക്യുമെൻ്റ് ആക്കിയിട്ട് മാറ്റും. അതിന് പറയുന്ന പേരാണ് SRS, സോഫ്റ്റ്വെയർ റിക്വയർമെൻറ്റ് സ്പെസിഫിക്കേഷൻ ഡോക്യുമെൻറ്റ്. This document should be thoroughly understood by the developers and also should be reviewed by the customer for future reference. അതായത് കസ്റ്റമർ എന്ത് ചെയ്യുന്നു, ഈ ഒരു SRS നോക്കുന്നു, അവർ പറഞ്ഞ കാര്യങ്ങളെല്ലാം അതിൽ വന്നിട്ടുണ്ടോ എന്ന് ഉറപ്പ് വരുത്തുന്നു. അതേപോലെ തന്നെ ഡെവലപ്പേഴ്സ് ഇത് നോക്കിയിട്ടാണ് എന്ത് പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യുന്നത്. സെക്കൻഡ് ഫേസ് ആണ് ഡിസൈൻ ഫേസ്. In this phase, the requirement is gathered in the SRS document is used as input. അതായത് ഡിസൈൻ ഫേസിൻ്റെ ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, SRS ഡോക്യുമെൻ്റ് ആണ്. എന്നിട്ട് എന്ത് ചെയ്യുന്നു,
അത് വെച്ചിട്ട് സിസ്റ്റം ബിൽഡ് ചെയ്യും. അതായത് ഞാൻ പറഞ്ഞിട്ടുണ്ട് എപ്പോഴും ഒരു സോഫ്റ്റ്വെയർ പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യുമ്പോൾ നമ്മൾ 2 പാർട്ടായിട്ട് ഡെവലപ്പ് ചെയ്യാം. ഒന്ന് ഫ്രണ്ട് എൻഡ് പാർട്ടും അതേപോലെ തന്നെ ഒന്ന് ബാക്ക് എൻഡ് പാർട്ടും. ഫ്രണ്ട് എൻഡ് പാർട്ടിൽ എന്താ ചെയ്യുന്നത്, ഏതെങ്കിലും ഒരു ഹൈ ലെവൽ ലാംഗ്വേജ് അല്ലെങ്കിൽ പുതിയ ടെക്നോളജി യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, നമ്മൾ ഡിസൈനിങ് നടത്തുന്നു. ഓക്കെ, ബാക്ക് എൻഡ് പാർട്ടിൽ എന്താണ്, ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യാൻ ചെയ്യുന്നത്. അതായത് നമ്മൾ ഫോംസൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നു, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്താണ് ടേബിൾസ് ക്രിയേറ്റ് ചെയ്യുന്നു. ആ ടേബിൾസിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വാല്യൂസ് സ്റ്റോർ ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ ഡിസൈൻ ഫേസിൽ നമുക്ക് 2 കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഒന്ന് ഡാറ്റ ഫ്ലോ ഡയഗ്രാമും അതേപോലെ തന്നെ ഫോം ഡിസൈനും ആണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ബാക്ക് ആൻഡ് പാർട്ടിൽ എന്താണ് ER ഡയഗ്രാമും അതേപോലെ തന്നെ ടേബിളും ഡിസൈൻ ചെയ്യേണ്ടി വരും. ഓക്കെ, യൂസ് ഡാറ്റ ഫ്ലോ ഡയഗ്രാം ഓർ യൂസ് കേസ് ഡയഗ്രാം ഫോർ ദ ഫ്രണ്ട് എൻഡ് ഡിസൈനിങ്. അതായത് ഡാറ്റ ഫ്ലോ ഡയഗ്രാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടേബിളുള്ള പ്രൊജക്റ്റിനാണ് നമ്മൾ ഡാറ്റ ഫ്ലോ ഡയഗ്രാം ഉപയോഗിക്കുക. ചില പ്രൊജക്റ്റിൽ ടേബിൾ ഉണ്ടാവില്ല. അങ്ങനെയുള്ളതിൽ നമ്മൾ യൂസ് കേസ് ഡയഗ്രാം യൂസ് ചെയ്യും. ഇതിന് വേണ്ടിയിട്ട് ഫ്രണ്ട് എൻഡ് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ ബാക്ക് എൻഡ് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ER ഡയഗ്രാം ആണ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഫേസ് ആണ് കോഡിംഗ്. ദിസ് ഫേസ് സ്റ്റാർട്ട്സ് വൺസ് ദ ഡെവലപ്പർ ഗെറ്റ്സ് ദ ഡിസൈൻ ഡോക്യുമെൻറ്റ്. അതായത് നമ്മൾ ഫസ്റ്റത്തെ ഫേസ് റിക്വയർമെൻറ്റ് ഗ്യാതറിങ് ആൻഡ് അനാലിസിസിൻ്റെ ഔട്ട്പുട്ട് എന്തായിരുന്നു, SRS ഡോക്യുമെൻ്റ് ആണ്. ഈ SRS ഡോക്യുമെൻ്റ് ആണ് ഡിസൈൻ ഫേസിൻ്റെ ഇൻപുട്ടായിട്ട് കൊടുക്കുന്നത്. ഡിസൈൻ ഫേസിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ഡിസൈൻ ഡോക്യുമെൻ്റ് ആണ്. അതാണ് കോഡിംഗ് ഫേസിൻ്റെ ഇൻപുട്ടായിട്ട് കൊടുക്കുന്നത്. ദിസ് ഫേസ് സ്റ്റാർട്ട്സ് വൺസ് ദ ഡെവലപ്പർ ഗെറ്റ് ദ ഡിസൈൻ ഡോക്യുമെൻറ്റ്. ദ സോഫ്റ്റ്വെയർ ഡിസൈൻ ഈസ് ട്രാൻസ്ലേറ്റഡ് ഇൻ ടു സോഴ്സ് കോഡ്. ഇവിടെ എന്ത് ചെയ്യുന്നു, സോഫ്റ്റ്വെയർ ഡിസൈന് സോഴ്സ് കോഡിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അതായത് നമ്മളിവിടെ ഫ്രണ്ട് ആൻഡ് പാർട്ടിൽ ഓരോരോ ഫോംസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ വെബ് പേജസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. അതിൻ്റെ ബട്ടൺ ക്ലിക്ക് ഇവൻറ്റിൽ കോഡ് എഴുതിയിട്ട് അതിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണ് ഇതിൽ വരുന്നത്, കോഡിംഗ് ഫേസിൽ വരുന്നത്. അടുത്ത ഫേസാണ് ടെസ്റ്റിംഗ് ഫേസ്. ദിസ് ഫേസ് സ്റ്റാർട്ട്സ് വൺസ് ദ കോഡിംഗ് ഈസ് കംപ്ലീറ്റ് ആൻഡ് ദ മൊഡ്യൂൾസ് ആർ റിലീസ്ഡ് ഫോർ ടെസ്റ്റിംഗ്. ഈ ഫേസ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്താണ്, കോഡിംഗ് നടത്തിയ ശേഷം അത് എറർ ചെക്കിന് വേണ്ടിയിട്ട് നടത്തുകയാണ് ചെയ്യുന്നത്. ഇൻ ദിസ് ഫേസ് ദ ഡെവലപ്ഡ് സോഫ്റ്റ്വെയർ ഈസ് ടെസ്റ്റഡ് തറോലി ആൻഡ് എനി ഡിഫെക്റ്റ് ഫൗണ്ട് ആർ അസൈൻ ടു ദ ഡെവലപ്പർ ടു ഗെറ്റ് ദം ഫിക്സ്ഡ്. അതായത് ഇവിടെ ഓരോരോ ഫോംസിലും എറേഴ്സ് ഉണ്ടെങ്കിൽ അത് ചെക്ക് ചെയ്യുക എന്നുള്ളതാണ് ഇതിൽ വരുന്നത്, ഈ ടെസ്റ്റിംഗ് ഫേസിൽ വരുന്നത്. Retesting is done until the point at which the software is as per the customer's expectation. കസ്റ്റമേഴ്സിൻ്റെ എക്സ്പെക്റ്റേഷൻ വരണ വരെ എന്ത് ചെയ്യുന്നു, റീടെസ്റ്റിംഗ് നടത്തിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. ടെസ്റ്റേഴ്സ് റെഫർ SRS document to make sure that the software is as per customer standard. കസ്റ്റമർ പറഞ്ഞ രീതിയിലുള്ളതാണോ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, പറഞ്ഞ രീതി എത്തിയിട്ടുണ്ടോ, അതായത് കസ്റ്റമറുടെ സാറ്റിസ്ഫാക്ഷൻ വരുമോ എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എന്താണ്, ഈ ടെസ്റ്റേഴ്സ് SRS ഡോക്യുമെൻറ്റ് ചെക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു. അടുത്ത ഫേസാണ് ഇംപ്ലിമെൻറ്റേഷൻ. ദ 5th phase of SDLC is the implementation phase. After the testing, it is the time for implementing the project at the user site. യൂസറിൻ്റെ സൈറ്റിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള സമയമാണ് ഇപ്പോൾ വരുന്നത്. The user check the system, that is it work according to his requirements or not. If yes, then okay. But if the user is not satisfied with the system's performance, then the system needs the maintenance effort. അതായത് സിസ്റ്റം കസ്റ്റമർ വിചാരിക്കുന്ന രീതിയിൽ വർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ എന്താണ്, സിസ്റ്റത്തിന് എന്ത് ചെയ്യുന്നു, മെയിൻ്റനൻസ് ചെയ്യേണ്ട ആവശ്യം വരുന്നുണ്ട്. ഓക്കെ, അതായത് ചേഞ്ചസ് വരുത്തേണ്ട ആവശ്യമുണ്ട്. If the customer finds the application as expected, their sign-off is provided by the customer to go live. അതായത് കസ്റ്റമറിന് ആ ആപ്ലിക്കേഷൻ എക്സ്പെക്റ്റ് ചെയ്തിട്ടുള്ള രീതിയിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യുന്നു, അതിൽ സൈൻ ചെയ്തിട്ട് ആ പ്രൊഡക്റ്റ് ബൈ ചെയ്യുന്നു. നെക്സ്റ്റ് സ്റ്റെപ്പാണ് മെയിൻ്റനൻസ്. ദ ലാസ്റ്റ് ഫേസ് ഓഫ് ദ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ഈസ് ദ മെയിൻ്റനൻസ് ഫേസ്. Like any system, there is an aging process that requires the periodic maintenance of hardware and software. Due to the time, some changes have to be made. The hardware also requires a periodic maintenance, keep in tune with the design specification. The importance of maintenance is continue to bring the new system standards.
അതായത് മെയിൻ്റനൻസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, നമ്മൾ കുറച്ച് കാലം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഏജിങ് വരും. ഏജിങ് വരുന്ന സമയത്ത് എന്താണ്, ആ സമയത്ത് നമ്മൾ എന്താണ് കാലത്തിനനുസരിച്ചിട്ടുള്ള മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടേയിരിക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു മെയിൻ്റനൻസ് ഫേസ്. എത്ര കാലമാണോ പ്രൊഡക്റ്റ് നമ്മൾ സൈൻ ഓഫ് ചെയ്തിട്ടുള്ളത്, അതിന് എത്ര ടൈമുണ്ട്, അത്രയും കാലം എന്താണ് പ്രൊഡക്റ്റ് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള സർവീസ് ഈ ഡെവലപ്പിംഗ് കമ്പനിക്കായിരിക്കും. അപ്പോൾ ഇത്രയാണ് 6 ഫേസസ്. ഫസ്റ്റ് ഫേസ് എന്ന് പറഞ്ഞാൽ റിക്വയർമെൻറ്റ് ഗ്യാതറിംഗ് ആൻഡ് അനാലിസിസ്, രണ്ടാമത്തെ ഫേസ് ഡിസൈൻ, മൂന്നാമത്തെ ഫേസ് കോഡിംഗ്, നാലാമത്തെ ഫേസ് ടെസ്റ്റിംഗ്, അഞ്ചാമത്തെ ഫേസ് ഇംപ്ലിമെൻറ്റേഷൻ, ആറാമത്തെ ഫേസ് എന്താണ് മെയിൻ്റനൻസ്. ഓക്കെ, ഇത്രയും ഫേസ് വെച്ചിട്ടാണ് ഒരു സോഫ്റ്റ്വെയർ സിസ്റ്റമാറ്റിക് മാനറിൽ ഡെലിവർ ചെയ്ത് ഒരു ഹൈ ക്വാളിറ്റി പ്രൊഡക്റ്റ് ഡെലിവർ ചെയ്യണത്. ഓക്കെ, താങ്ക് യു.